140 കോടി ഇന്ത്യക്കാർക്കും സന്തോഷിക്കാൻ ആനന്ദിക്കാൻ വക നൽകുന്ന ഒരു വാർത്ത അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരുന്നു. മറ്റൊന്നുമല്ല, നിരന്തരം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സർക്കാരിനും ഒക്കെ തലവേദന സൃഷ്ടിച്ച ഒരു സംഘടന, ഒരു ഇസ്ലാമിക ഭീകര സംഘടന പിളർന്നു എന്നതാണ് ആ വാർത്ത. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ എന്ന ഇസ്ലാമിക ഭീകര സംഘടന പിളർന്നു എന്ന വാർത്തയാണ് നമുക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനും വക നൽകുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഭീകര സംഘടന വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ സംഘടനയുടെ പ്രവർത്തനം മന്ദീഭവിച്ചു. ഇന്ന് അത് പല തട്ടുകളായിട്ട് തിരിഞ്ഞ് പല നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് വലിയ രീതിയിൽ പാക് ചാരസംഘടനയായ ISIയുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ സഹായം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സഹായം അവർ വേണ്ടെന്ന് വച്ചിരിക്കുകയാണ്. കാരണം ഈ പാക് ചാരസംഘടനയായ ISIയും പാക് സൈന്യവും ചേർന്ന് അഫ്ഗാൻ താലിബാനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു, നടപടികൾ എടുക്കുന്നു. ഇത് ലഷ്കർ-ഇ-തോയ്ബയെ ചെറുതൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ഈ അഫ്ഗാൻ താലിബാനെ, ഈ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയെ കൈയൊഴിയാൻ കഴിയില്ല. ഇവർ തമ്മിൽ നാഭീനാള പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഏറെ നാളായി പാക് സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന അഫ്ഗാൻ സഹായത്തോടുകൂടി, അഫ്ഗാനിലെ താലിബാൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആ സംഘടന പാക് സർക്കാരിനും പാക് സൈന്യത്തിനും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഖൈബർ പഖ്തൂൺഖ്വ എന്ന പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് അടർത്തിയെടുത്ത് അഫ്ഗാനോട് ചേർക്കാൻ വലിയ പരിശ്രമങ്ങൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ TTP എന്ന് പറയുന്ന ഈ സംഘടനയെ ഇല്ലാതാക്കാൻ സൈന്യവും പാക് ചാര സംഘടനയായ ISIയും കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള വിമോചന പോരാട്ടം, അതുപോലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ നടക്കുന്ന സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ പാകിസ്ഥാനെ ആകെ ബുദ്ധിമുട്ടിച്ച് വലച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി. മാത്രമല്ല, നമ്മുടെ സൈനിക മേധാവി ഇതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നശിപ്പിച്ചത് 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമ്മുടെ സൈന്യം തകർത്തത്. പരിശീലനം സിദ്ധിച്ച കൊടും ഭീകരന്മാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം കൂടിയാണ്. അവർ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ, ഈ രണ്ട് സംഘടനകളുടെയും സ്ഥാപകനും അതിൻ്റെ കമാൻഡറും ജീവാത്മാവും പരമാത്മാവുമായ മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അമ്മ, സഹോദരിമാർ, സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ ഒക്കെ ഈ ഒരു ആക്രമണത്തിൽ വധിക്കപ്പെട്ടു. ഇതും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ലഷ്കർ-ഇ-തോയ്ബയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു, വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അതുമാത്രമല്ല, ഇപ്പോഴിതാ നമ്മുടെ സൈനിക മേധാവി പറയുന്നു, ആ നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് 8 പുതിയ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ശ്രമം നടക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയാൽ പാകിസ്ഥാനിൽ കയറി അടിക്കാൻ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കയറി അടിക്കാൻ സൈന്യം മടിക്കില്ല. അതിന് പ്രത്യേകിച്ച് പുതിയൊരു അനുജ്ഞയുടെ ആവശ്യമില്ല. കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതികളെല്ലാം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈന്യം വളരെ കൃത്യമായിട്ട് എപ്പോൾ പ്രവർത്തിക്കണമോ അപ്പോൾ പ്രവർത്തിക്കും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ ലഷ്കർ-ഇ-തോയ്ബ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധിയും സംഘടനാപരമായ അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്ന പ്രതിസന്ധിയും നമ്മുടെ സൈനിക മേധാവി ചൂണ്ടിക്കാട്ടുന്നു.
അഫ്ഗാൻ താലിബാനിൽ നിന്നുള്ള വെല്ലുവിളി ഒരു വശത്ത്, ഒപ്പം ഈ അഫ്ഗാൻ താലിബാനെതിരെ ലഷ്കർ-ഇ തോയ്ബയെ അണിനിരത്താനുള്ള ശ്രമം പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് വലിയ എതിർപ്പിനും വലിയ തടസ്സങ്ങൾക്കുമൊക്കെ കാരണമായി. ലഷ്കർ-ഇ തോയ്ബയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ സൈന്യത്തിൻ്റെ ആ നിർദ്ദേശം അവഗണിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിന് തടസ്സം പറയുകയായിരുന്നു. താലിബാനുമായിട്ട്, അഫ്ഗാനിലെ താലിബാനുമായിട്ട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്നൊരു നിലപാടാണ് അവരെടുത്തത്. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ലഷ്കർ-ഇ തോയ്ബയിൻ മേലുള്ള വിശ്വാസം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സൈന്യത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സൈന്യത്തെ അതിഭയങ്കരമായി എതിർക്കുന്ന മറ്റൊരു വിഭാഗവും ലഷ്കർ-ഇ തോയ്ബയിൽ ഉണ്ടായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പിളർപ്പ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതിർത്തിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആഹ്ലാദിക്കാൻ വക നൽകുന്നതാണ്. കാരണം കാശ്മീരിൽ ഈ തലവേദന മുഴുവനും സൃഷ്ടിക്കുന്നത് ഈ ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് പണം കണ്ടെത്തി കൊടുക്കുന്ന അതിൻ്റെ ഒരു മനുഷ്യാവകാശ മുഖമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമാണ് ജെയ്ഷെ മുഹമ്മദ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് വലിയ അപകടകാരിയായി മാറുന്നത്. ഇവർക്ക് ഇപ്പോൾ ഹമാസുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സൗഹൃദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യവും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവുമൊക്കെ വളരെ ആശങ്കയോടെയാണ് അതിനെയൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സർക്കാരിനും സർവോപരി നമ്മുടെ ജനങ്ങൾക്കും വലിയ സന്തോഷം നൽകുന്ന വാർത്ത പുറത്തു വരുന്നു. ലഷ്കർ-ഇ തോയ്ബ എന്ന പാക് ഭീകര സംഘടന പിളർന്നിരിക്കുന്നു. സൈന്യത്തെ അനുകൂലിക്കുന്ന വിഭാഗവും സൈന്യത്തെ എതിർക്കുന്ന വിഭാഗവും, സൈന്യത്തെ എതിർക്കുന്ന വിഭാഗം അഫ്ഗാൻ താലിബാനോടൊപ്പമാണ് എന്നത് മറ്റൊരു വിചിത്രമായ വസ്തുതയാണ്. അഫ്ഗാൻ താലിബാന് ഇന്ന് ഇന്ത്യൻ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ ഏതൊരു നീക്കവും അവർ തടയും. ഇന്ത്യക്കെതിരായ ഏത് നീക്കത്തിനും അഫ്ഗാൻ മണ്ണ് വിട്ടുകൊടുക്കില്ല. അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരായ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല എന്ന് അവർ പല കുറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ ലഷ്കർ-ഇ തോയ്ബ രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു വിഭാഗം ഈ അഫ്ഗാൻ താലിബാനോടൊപ്പം നിൽക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം ഇവരിൽ നിന്നുള്ള ഈ ശല്യം നമുക്ക് കണ്ട്, അതായത് വലിയൊരളവ് വരെ കുറയും. മാത്രമല്ല സൈന്യത്തിനോടൊപ്പം നിൽക്കുന്ന വിഭാഗത്തെ ഈ അഫ്ഗാൻ താലിബാനോടൊപ്പം ചേരുന്ന വിഭാഗം ശക്തമായി എതിർക്കുകയും ചെയ്യും. അവർ തമ്മിലുള്ള പോര് കടുത്ത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനിടയ്ക്ക് ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയുക എന്നാണ് നമ്മുടെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന, നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവർ പാലൂട്ടി പോറ്റി വളർത്തിയ ലഷ്കർ-ഇ തോയ്ബ എന്ന ഭീകര സംഘടന രണ്ടായിട്ട് പിളരുകയും ഒരു വിഭാഗം അവിടുത്തെ സൈന്യത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.